കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഒളിവിൽ പോയ ഡോക്ടർ MK റാം എന്ന് പറയുന്ന അധ്യാപകൻ കൂടിയായിട്ടുള്ള അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷെ ഈ അറസ്റ്റ് ചെയ്യുന്നതിനിടയിൽ വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടായത്. ആദ്യം അറസ്റ്റ് ചെയ്യുന്നു, പിന്നീട് കോടതി ജാമ്യത്തിൽ വിട്ടയക്കുന്നു, പിന്നെയും കസ്റ്റഡിയിൽ എടുക്കുന്നു, പിന്നെയും വിട്ടയക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ പോലീസിന് വീഴ്ച പറ്റിയിട്ടില്ലേ? പ്രജിത, നമ്മളുടെ ആം, ഇന്ത്യയിലെ കാര്യം നോക്കുകയാണെങ്കിൽ നല്ലൊരു അഭിഭാഷകനുണ്ടെങ്കിൽ ലൂപ്പ് ഹോൾ ഇട്ടിട്ടാണ് പല കാര്യങ്ങളും നടക്കുന്നത്. ഉം. അദ്ദേഹത്തിന് വാദിച്ച് ജയിച്ച് സ്വന്തം കക്ഷിയെ രക്ഷപ്പെടുത്താനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്ന വിധമാണ് പോലീസ് പ്രവർത്തിക്കുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഇന്നലെ തന്നെ ഡോക്ടർ രാമിന്റെ കാര്യം പറയുകയാണെങ്കിൽ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തു എന്നുള്ളത് രേഖാമൂലം ആ പ്രതി എന്ന് പറയുന്ന ആൾക്ക് അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആൾക്ക് കൊടുത്തിട്ട് വേണം അറസ്റ്റ് ചെയ്യാൻ എന്നൊരു നിയമത്തിൽ ഒരു വ്യവസ്ഥയുണ്ട്. നാച്ചുറലായിട്ട് നമുക്കറിയണ്ടേ നമ്മൾ എന്തിനാ അറസ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ അതെ. സിനിമയിലെ കാണാം, അവിടെ ചെല്ലുമ്പോൾ പറയാം വെറുതെ വന്ന് എടുത്തുകൊണ്ട് പോകുന്നു. അങ്ങനെയൊന്നും പറ്റില്ല. കൃത്യമായ കാര്യകാരണ സഹിതം നമ്മൾ ഇന്ന കാരണങ്ങളാൽ താങ്കളെ അറസ്റ്റ് ചെയ്യുന്നു എന്ന് കൊടുത്തിട്ട് വേണം പോകാനായിട്ട്. അത് ചെയ്തില്ല. അപ്പോൾ നല്ലൊരു അഭിഭാഷകൻ ഡോക്ടർ രാമിന്റെ കുടുംബം വച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്നു, എവിടെ ഇത് ഞങ്ങൾക്ക് തന്നിട്ടില്ലല്ലോ, നിങ്ങൾ കൊണ്ടുപോകുന്നു, എന്താണ് ജാമ്യം സുപ്രീം കോടതി പോലും ജാമ്യം നിഷേധിച്ച സാഹചര്യത്തിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, അതൊക്കെ ഓക്കെ. പക്ഷെ എന്ത് കുറ്റത്തിനാണ് അദ്ദേഹത്തിനെ ജാമ്യം, അതായത് അറസ്റ്റ് പ്രതിയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? ആ കുറ്റം എന്താണ്? ആ കുറ്റത്തിന്റെ പേരിലാണ് അറസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾ കൊടുത്തിട്ടില്ല. അപ്പൊ അത് പറഞ്ഞിട്ട് അദ്ദേഹത്തെ അഭിഭാഷകൻ പറഞ്ഞ പേരൊന്നും പറയാനില്ല, വെറുതെ വിട്ടു. അവിടെ വെച്ചന്നെ പോലീസ് കോടതിയിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. കോടതിയിൽ നിന്ന് അദ്ദേഹം ഈ കാര്യം പറഞ്ഞ് പുറത്തിറങ്ങി പിന്നെയും അറസ്റ്റ് ചെയ്യാണ് ക്രൈം ബ്രാഞ്ച്. എന്തിന്? ഇത് ഉടനെ തന്നെ കുടുംബം ഈ അഡ്വക്കേറ്റിനെ തന്നെ സമീപിക്കുന്നു. അഡ്വക്കേറ്റ് വരുന്നു, ഇതേ കാരണം പറഞ്ഞു തന്നെ അദ്ദേഹത്തിനെ പുറത്തു വിടുന്നു. ഇതൊക്കെ ആരുടെ കണ്ണിൽ പൊടിയിടാനാണ് പ്രജിത? ഇനി പറയുന്നത് 48 മണിക്കൂറിനുള്ളിൽ ഇദ്ദേഹം അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ഹാജരാകണം എന്നുള്ളൊരു നോട്ടീസും കൂടെ അദ്ദേഹത്തിന് സെർവ് ചെയ്തു എന്ന് പറഞ്ഞത് അവിടെ കിടക്കട്ടെ. 101 ദിവസമായിട്ട് അദ്ദേഹം വാരണാസിയിൽ തുടങ്ങിയെന്ന് അറിയുന്നത്, കന്യാകുമാരി വരെ പല സ്ഥലങ്ങളിലും സഞ്ചരിച്ചു. ഇപ്പോഴത്തെ ഡോക്ടർ രാമിനെ കണ്ടിട്ട് എനിക്ക് പോലും മനസ്സിലാവുന്നില്ല. ഡോക്ടർ രാമിനെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ബ്രേക്കിംഗ് ന്യൂസ് പോകുന്നു. നമ്മള് ഒരു സ്ത്രീ കൈ പിടിച്ചിറങ്ങി വന്നു, അദ്ദേഹത്തിന്റെ ഭാര്യ ആയിരിക്കാം, സഹോദരി ആരാണെന്ന് അറിയില്ല, ഒരു കൊച്ചു പെൺകുട്ടി പുറകെ കരഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്നുണ്ട്, കുടകിന്നാണ് പിടിച്ചിരിക്കുന്നത്. എന്താണ് ആ സാഹചര്യത്തില് അദ്ദേഹം നേരത്തെ തന്നെ ഫാൾസ് ഹെയർ വെച്ചിട്ടുള്ള ആളാണ്. പക്ഷെ വല്ലാണ്ട് ചൊട്ടിപ്പൊഴിക്കുന്നു, ഫാൾസ് ഹെയറിന്റെ രൂപം തന്നെ മാറിയിരിക്കുന്നു, അദ്ദേഹം താടി വെച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് എവിടെ പോയാലും താമസിച്ചാലും കാണാൻ മനസ്സിലാക്കാൻ പറ്റാത്ത പോലത്തെ രൂപത്തിന് വ്യത്യാസം വന്നിരിക്കുന്നു. പണ്ടൊക്കെ മലയാള സിനിമയെ കണ്ടിട്ടില്ലേ, ഒരു മറകെടുത്ത് ഇവിടെ വെക്കും, ഉടനെ ആൾമാറാട്ടമായി. അതിന്റെ ഒരു തമാശയായിരുന്നു. പ്രേം നസീറിന്റെയും സത്യന്റെയും മധുവിന്റെയും ഷീലയുടെയും ശാരദയുടെയും കാലെടുത്ത് മറുക വെച്ചാൽ ആൾമാറാട്ടമായി, ആളെ മനസ്സിലാവൂല. അതുപോലെ അന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇദ്ദേഹത്തിന് വന്ന രൂപവ്യത്യാസവും കൂടെ ഒരു കാരണമായിരിക്കും. വല്ലാണ്ട് മാറിപ്പോയിട്ടുണ്ട്. അതെ, അദ്ദേഹം വെച്ചിരിക്കുന്ന ഫാൾസ് ഹെയർ ആണെങ്കിൽ പോലും ഡിഫറെന്റ് പോലെ നമുക്ക് തോന്നുന്നു. പെട്ടെന്ന് കുറെ പ്രാവശ്യം നോക്കിയിട്ട് പോലും എനിക്ക് ആളെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അതൊന്നും ഇല്ല കാര്യം. ഇപ്പൊ പോലീസിന്റെ കയ്യിൽ അദ്ദേഹം വന്നു. ഇനി ഇവിടുന്ന് അദ്ദേഹത്തിന് മുങ്ങിപ്പോകാൻ പറ്റുകയില്ല. കാരണം എന്തായാലും ഷാഡോ പോലീസ് അവരുടെ ചലനങ്ങൾ വാച്ച് ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ടാവും. പോലീസിന്റെ കയ്യിൽ നിന്ന് വന്നത് ഒരു വലിയ വീഴ്ച തന്നെയാണ്. പ്രത്യേകിച്ചും ഇത്രയധികം ജനങ്ങൾ ആകാംക്ഷയോടെ കാത്തിരുന്ന് ഇദ്ദേഹത്തിനെ എന്ന് അറസ്റ്റ് ചെയ്യും, അദ്ദേഹത്തിന് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്നു. ഇപ്പൊ പഴയ ഗവൺമെന്റ് മാറി പുതിയ ഗവൺമെന്റ് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ധാരാളം കാര്യങ്ങൾ അവരെ ഇടപെടുകയും നല്ലോണം നീതി നടപ്പാക്കാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ട് റാമിനെ മാത്രം കിട്ടുന്നില്ല എന്നുള്ള ചോദ്യം ജനങ്ങളുടെ മനസ്സിൽ ഉയർന്നു വരുന്ന സാഹചര്യത്തിലാണ് ഇദ്ദേഹത്തിനെ കുടകിൽ നിന്ന് കണ്ടുപിടിക്കുന്നത്. വേറൊരു സംസ്ഥാനം പോലുമാണ്. എന്നിട്ടും നമ്മളുടെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് വരുന്നു. പക്ഷെ ഒരു ചെറിയ എന്താണ് മനഃപൂർവ്വമോ അല്ലാതെയോ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് എന്ന് പറയാം, അത് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം പോലീസിന്. പെട്ടെന്നുള്ള ആ പ്രാളത്തിലോ കിട്ടിയെന്നുള്ള ഒരു ആക്രാന്തത്തിലോ ഇത് കൊടുക്കാത്തതാണെന്നും വിചാരിക്കാം. അതെ, ഇത് സുപ്രീം കോടതി ഈ അപേക്ഷ തള്ളിയതിനു ശേഷം കീഴടങ്ങാൻ വേണ്ടി വരുന്ന സമയത്താണ് ഡോക്ടർ റാമിനെ അറസ്റ്റ് ചെയ്യുന്നത്. ഈ ഡോക്ടർ റാമിനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിയമവശങ്ങൾ നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കണം
നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ ഏതെല്ലാം രീതിയിൽ പോയാൽ ഒരാളെ വിട്ട് കൊടുക്കാതിരിക്കാം, വിട്ട് കൊടുക്കാം, ഇതെല്ലാം അരച്ച് കലക്കി കുടിച്ചിട്ടുള്ളവർ തന്നെയാണ്. നമ്മുടെ പോലീസിന് അത്ര വിവരവും ബോധവും ഇല്ലാത്തവരാണ് ഇത് നമുക്ക് പറയാൻ പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ആക്രാന്തം കിട്ടിയില്ലോ ആ, കിട്ടിയില്ലോ എന്നുള്ള എക്സൈറ്റ്മെന്റിൽ അവർ വിട്ടുപോയതായിരിക്കാം. സോ ലെറ്റ് us give them benefit of doubt. ഇനി ഇദ്ദേഹം ചാടിപ്പോവാണ്ട് 48 മണിക്കൂറിനുള്ളിൽ സറണ്ടർ ചെയ്യാൻ ഉം, പറഞ്ഞിട്ടുണ്ട്. ആ സമയത്തിനുള്ളിൽ അദ്ദേഹം വിട്ടുപോവാണ്ടിരിക്കാൻ, ഉം, അദ്ദേഹം വീണ്ടും വാരണാസിയിലേക്ക് യാത്ര പുറപ്പെടാണ്ടിരിക്കാൻ വേണ്ടി ഷാഡോ പോലീസ് ഡെഫിനറ്റ്ലി ഉണ്ടാവും. ഒരബദ്ധം ആർക്കും പറ്റുമല്ലോ, എന്നാലും ഉം. വിട്ടുപോയില്ല, അദ്ദേഹം ഒളിച്ചോടി പോവാതെ അവർ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തി. അപ്പൊ നമുക്ക് അവർക്ക് ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് തന്നെ കൊടുക്കാം. പക്ഷേ അദ്ദേഹം ചെയ്തിരിക്കുന്ന ഒരു കുടുംബത്തിന്റെ പ്രാണവായു അതെ. അദ്ദേഹം നശിപ്പിച്ചു കളഞ്ഞു. ശരിക്കും മാസ്ക് വെച്ച് ഓക്സിജൻ കിടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അത് മാറ്റിയാൽ അവര് മരിച്ചു പോകും. അതുപോലെയാണ് നിധിന്റെ കുടുംബത്തിന്റെ അച്ഛന്റെയും അമ്മയുടെയും സഹോദരിമാരുടെയും അത്ര ഒരു മിടുക്കൻ അവൻ. ഞാൻ പഠിച്ചു ഉയർന്നു വരും, ഞാൻ നിങ്ങൾക്കും സമുദായത്തിനും നമ്മളുടെ സമുദായത്തിനും നല്ല അഭിമാനമായി മാറും എന്ന് പറഞ്ഞ് എന്തൊരു ചുണക്കുട്ടനല്ലേ, മുഖത്ത് എന്തൊരു സൂര്യ തേജസ്സാണല്ലേ. അങ്ങനെ ഒരു കുഞ്ഞിനെ നഷ്ടപ്പെടുന്ന ഒരു അമ്മയുടെ നോവ് നമുക്ക് രണ്ടുപേർക്കും മനസ്സിലായത്, കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ അമ്മമാർക്കും അച്ഛന്മാർക്കും. അതെ. നമ്മളെപ്പോഴും പറയും നൊന്ത് പെറ്റമ്മ, അതെ. നോവാണ്ടും അവർ ആ സമയത്ത് പ്രസവ വേദന അനുഭവിക്കുന്നുണ്ടെന്ന് അറിയും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തില് ഡോക്ടർ റാം ആണ് കുറ്റവാളി എങ്കിൽ അദ്ദേഹത്തിന് തക്കതായ ശിക്ഷ കിട്ടണം. അദ്ദേഹത്തിനോടൊപ്പം തന്നെ ധാരാളം പേര്, നിതിൻ അവസാനം പുറത്തേക്ക് ഇറങ്ങി വരുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഒരു കോളേജ് കമ്മിറ്റി വിളിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം എടുത്തൊരു ലോണിന്റെ കാര്യത്തിൽ അതെ. അവിടെയുള്ള ഒരു പ്രൊഫസറിന് കോൾസ് വരുന്നുണ്ടായിരുന്നു. അതിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് നിതിനെ അവര് റൂമിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. അതിനുശേഷമാണ് അവിടെയുള്ള കുട്ടികൾ എല്ലാവരും മീഡിയയ്ക്ക് മുമ്പിൽ വന്ന് പറയുന്നു, ഈ ഡോക്ടർ റാം എന്ന് പറയുന്ന ആള് വളരെയധികം മോശമായിട്ട് അവരോട് പെരുമാറുന്നുണ്ട്. അത് മാനസികമായ ബുദ്ധിമുട്ടുകൾ അവർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് സഹപാഠികളെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പിക്കാറുണ്ട്. അങ്ങനെ ഒരു തരം മാനസികമായ വൈകല്യമുള്ള അതെ. ഒരാളെ പോലെയാണ് അദ്ദേഹം പെരുമാറിയിരുന്നതെന്ന് പറയുന്നു. അതും കൂടെ ചേർത്തായിരിക്കാം നമ്മുടെ നിധിൻ അതെ. ഈ ഒരു എന്താണ് ആത്മഹത്യയിലേക്ക് പോവാൻ പോവാനായിട്ട് കാരണം. ശ്രമിച്ചിട്ടുള്ളത്. എന്തായാലും ഈ കേസ് ഉം. കോടതിയുടെ പരിഗണനയ്ക്ക് വരുമ്പോൾ എല്ലാ വശങ്ങളും, എത്ര വലിയ കൊലക്കൊമ്പനായ വക്കീലിനെ കൊണ്ടുവന്നാലും നിധിന്റെ കുടുംബത്തിന് ന്യായം കിട്ടണം, നീതി കിട്ടണം. അതുപോലെ ലൂപ്പ് ഹോൾ ഇല്ലാണ്ട് വേണം പബ്ലിക് പ്രോസിക്യൂട്ടർ ആണെങ്കിലും ഇതിന്റെ കേസ് ഡയറി ഉണ്ടാക്കാൻ. പോലീസ് ഉണ്ടാക്കുന്ന കേസ് ഡയറിയും അതേ തുടർന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ ഉണ്ടാക്കുന്ന കോടതിയിൽ സമർപ്പിക്കേണ്ട വാദമുഖങ്ങളും ഒക്കെ നീതിപൂർവമായിരിക്കണം. ഒരൊറ്റ ലൂപ്പ് ഹോൾ പോലും ഉണ്ടായി. ഇനി ഏറ്റവും വലിയ ലക്ഷക്കണക്കിന് 50 ലക്ഷം 60 ലക്ഷം ഒക്കെ സിറ്റിങ്ങിന് മേടിക്കുന്ന അഡ്വക്കേറ്റ്സ് ഉണ്ട് ഇല്ലേ, അതെ. അവര് വന്നാൽ പോലും ഒരു പഴുതുമില്ലാത്തുള്ള കേസ് ഡയറി ആയിരിക്കണം കോടതിയിൽ സമർപ്പിക്കേണ്ടത് എന്നാണ് നമുക്ക് ഇവിടെ പറയാനുള്ളത്. ഉം, ഡോക്ടർ റാമിന്റെ പേര് പറയുമ്പോൾ ഉം, സഹപ്രവർത്തകയായിട്ടുള്ള മറ്റൊരു അസിസ്റ്റന്റ് ഉം, പ്രൊഫസറുടെ ഉം, കാര്യം മാം ഉം, പറഞ്ഞല്ലോ. ഉം, അവരെ കുറിച്ച് യാതൊരു വാർത്തകളോ ഉം, കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഉം. ഇവരും അപമാനിച്ചു എന്നാണ് പറയുന്നത്. അതെ, എന്നാലും ഇവരെ കുറിച്ചുള്ള കാര്യങ്ങളിലേക്കോ ഞാൻ അന്വേഷണത്തിലേക്കോ ഒന്നും പറഞ്ഞത് പോകുന്നില്ല. അവരെ കുറിച്ചല്ല. ആ, ഒരു നല്ല ടീച്ചർ ഉണ്ടായിരുന്നു. ആ ടീച്ചറിന്റെ പേരാണ് ഈ എന്താണ് ലോൺ ആപ്പിൽ വന്നത്. ആ, അദ്ദേഹം ആ ലേഡി അപമാനിക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇദ്ദേഹത്തിനോടൊപ്പം ജാമ്യം കിട്ടിപ്പോയിരിക്കുന്ന ഡോക്ടർ, ലേഡി ആയിട്ടുള്ള പ്രൊഫസർ, അവരെ കുറിച്ചാണ് ഉം, ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത്. ഞാൻ പേരെടുത്ത് പറയുന്നില്ല, അതെ, കാരണം അതെ. അതുകൊണ്ടാണ്. ആ ലേഡിയെ കുറിച്ച് നിതിന് വളരെ നല്ല അഭിപ്രായമാണ്. ആ പ്രൊഫസറെ കുറിച്ച് നല്ലോണം സപ്പോർട്ട് ചെയ്യും, ഉം, കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും, ഇങ്ങനെ പഠിക്കണം അങ്ങനെ പഠിക്കണം എന്നൊക്കെ പറഞ്ഞു. ബട്ട് സംഭവം ഈ കുട്ടി സേവ് ചെയ്തിരിക്കുന്ന നമ്പറിൽ ആ പ്രൊഫസറുടെ ഉം, നമ്പറും കൂടെ വന്നത് കൊണ്ടാണ് ഈ ലോൺ മാഫിയ ഉം. അവരെയും കൂടെ അതിൽ വിളിക്കാൻ തുടങ്ങി. പക്ഷെ അവരല്ല മരണത്തിന് കാരണം, അതിൽ അവർ ഇംപ്ലിക്കേറ്റഡും അല്ല. വേറെ ഒരു പ്രൊഫസർ തന്നെയാണ്, ലേഡി ഉം. പ്രൊഫസർ തന്നെയാണ് ജാമ്യം കൊടുത്ത് പുറത്താക്കി. അതെ. അവരെയും പുറത്താക്കി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കോളേജിൽ നിന്ന് അല്ലെ, ഇതില് അതെ. റാമിനോടൊപ്പം. ഡോക്ടർ റാം പറയുന്നത്, ഞാൻ ജാതി അധിക്ഷേപം നടത്തിയിട്ടില്ല. ഉം. കാരണം ഞാനും അതേ ഇതിൽപ്പെട്ട ആള് തന്നെയാണ് എന്നാണ്. ഏതിൽ പെട്ട ആള്? അതേ സമുദായത്തിൽപ്പെട്ട ആളാണ് എന്നൊക്കെയാണ് ഉം. പറഞ്ഞതായിട്ടുള്ള ഉം. റിപ്പോർട്ടുകളാണ് ഉം. നമുക്ക് മുമ്പിലേക്ക് അല്ല, വരുന്നത്. നമ്മൾ രണ്ടുപേരും ജഡ്ജിമാരും അല്ല, വക്കീലന്മാരും അല്ല. ഇതൊക്കെ ജഡ്ജിയുടെ മുമ്പിൽ വക്കീലന്മാര് അവതരിപ്പിക്കേണ്ട കാര്യങ്ങളാണ്. രാമിനും വക്കീലുണ്ടാവും, പബ്ലിക് പ്രോസിക്യൂട്ടർ നിതിനും വേണ്ടിയിട്ടുണ്ടാവും. അവര് തമ്മിലാണ് ആ കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത്. നമ്മൾ ജനകീയ വിചാരണ നടത്താനായിട്ട് ഉം. നമുക്ക് രണ്ടുപേർക്കും LLB ബിരുദമില്ല അല്ലേ. അതെ. നമ്മൾ നീതി കിട്ടണം. നിതിന് ആരാണ് നിതിനെ ഈ മരണത്തിലേക്ക് നയിച്ച ആളെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് തക്കതായ ഇന്ത്യൻ ന്യായ സംഹിത അനുസരിച്ചുള്ള ശിക്ഷ, പരമാവധി ശിക്ഷ തന്നെ കിട്ടണം. കാരണം പഠിക്കുന്ന കുട്ടിയാണ്.
അതെ. ഒരു സ്വന്തം മാത്രമല്ല ഒരു സമൂഹത്തിന്റെയും കൂടെ പ്രതീക്ഷയാണ്. അവനെയാണ് ഇല്ലാതാക്കിയത്, ഈ ഭൂമുഖത്തിൽ നിന്ന് പറഞ്ഞയച്ചത്. അപ്പോൾ ഇനി ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഈ ഉണ്ടാവരുത്. ഭാരതത്തിൽ ഉണ്ടാവരുത്. അതിന് തക്കതായ ശിക്ഷ കൊടുക്കണം. നമ്മൾ രണ്ടുപേരും ജനകീയ വിചാരണയ്ക്ക് ഇരിക്കുന്നതല്ല. ഇങ്ങനെ ഒരു അവസ്ഥ വന്നു. റാമിനെ തന്നെ ഇന്നലെ ചാടിപ്പോവാനായിട്ട് അവരുണ്ടാക്കിയ ഒരു ചെറിയ മിസ്റ്റേക്ക് കൊണ്ട് പറ്റി. അങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ ഇനി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്, പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത് എന്ന് മാത്രമാണ് ഇത്തവണ പറയാനുള്ളത്. ഈ സമയത്ത് നമുക്ക് പറയാനുള്ളത്. അതെ. ലെറ്റ് us വാച്ച് ആൻഡ് സീ ഹൗ ഇറ്റ് പ്രൊസീഡ്സ്. ഉം. പ്രജിത, അതോടൊപ്പം തന്നെ ആ ഒരു ലോൺ കൊടുത്ത് അവനെ വല്ലാണ്ട് ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ആ, ആൾക്കാരുണ്ടല്ലോ, അതെ. അവരെ കുറിച്ചും സമഗ്രമായ അന്വേഷണം വേണം. ഇതുപോലെ പല കുട്ടികളും ട്രാപ്ഡ് ആയിരിക്കും അല്ലെ? അതെ. ഇങ്ങനെ ഇനിയുള്ള മരണങ്ങൾ ഉണ്ടാവാണ്ടിരിക്കാൻ അവർ നിസ്സഹായരാണ്. അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ്. അമ്മയ്ക്ക് അസുഖം വന്നപ്പോഴാണ് നിതിൻ ഉം. എടുത്തത്. അത് വീട്ടുകാരുടെയൊക്കെ അനുവാദത്തോടുകൂടിയാണെന്ന് വീട്ടുകാർ പറയുന്നുണ്ട്. പക്ഷേ ആ ലോൺ കൊടുത്തിരിക്കുന്ന തിരിച്ചടവും മുടങ്ങുകയപ്പോൾ കൊടുത്തിരിക്കുന്ന സംഘടനയെക്കുറിച്ചും വ്യക്തമായ രീതിയിൽ അന്വേഷണം നടത്തണം. അവര് ആർക്കൊക്കെയാണ് കൊടുത്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. അവരെ എല്ലാം അലേർട്ട് ചെയ്യണം. അതും കൂടെ ഈ തരുണത്തില് പോലീസ് ഏറ്റെടുത്ത് നടത്തേണ്ട ഒരു കാര്യം മാത്രമാണ്. അല്ലാണ്ട് കോളേജിൽ നടന്ന കാര്യം മാത്രമല്ല, ഈ ലോൺ കൊടുത്ത ആൾക്കാരും കൂടെ നിതിന്റെ മരണത്തിന് ഉത്തരവാദികളായിട്ട് തന്നെ നമ്മൾ, അൺലെസ് പ്രൂവ്ഡ് ഇന്നസെന്റ്, അവരും കൂടെ ഗിൽറ്റി ആയിട്ട് കാണണം.